മുട്ടിൽ മരമുറി കേസിൽ LDF സർക്കാരിന്റെ അട്ടിമറി നീക്കങ്ങൾ പുറത്തുവന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആവശ്യം ഇതുവരെയും പരിഗണിച്ചില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു. UDF സർക്കാരിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് അന്വേഷണ സംഘം. വിനേഷ് കുമാർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സർക്കാരിൻ്റെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അട്ടിമറി നീക്കങ്ങൾ ഒന്നൊന്നാകെ പുറത്തു വന്നതാണ്, നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP VV ബെന്നി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. അതായത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യുവിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1 വർഷം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് VV ബെന്നി സർക്കാരിന് സമർപ്പിക്കുന്നത്. എന്നാൽ ഇതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അദ്ദേഹത്തിന് കൃത്യമായ റിപ്ലൈ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം 41 കേസാണ് ഇതുവരെ പോലീസ് മാത്രം മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത്. ഇതിൽ 36 കേസുകളിലും ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ ഉൾപ്പെടെ ഉള്ള 12 പ്രതികളുള്ളതാണ്. ഇതിൽ 5 കേസുകൾ മാത്രമാണ് മറ്റുള്ള ആളുകളുടെ പേരിലുള്ളത്. ബാക്കി 36 കേസുകളിലും ഇവർ പ്രതികളാണ്. ഏകദേശം 14 കോടിയോളം രൂപയുടെ നഷ്ടം ഈ ഇനത്തിൽ റവന്യൂ വകുപ്പിന് മാത്രം ഉണ്ടായിട്ടുണ്ട്. ഉപാധികളോടെ പട്ടയം ഉള്ള ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി 2020 ഒക്ടോബറിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദ ഉത്തരവ് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുമായ ജയതിലകാണ് ഉത്തരവ് ഇറക്കുന്നത്. ഇത് ഫെബ്രുവരിയിൽ വിവാദമായതിനെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ മറവിലാണ് വ്യാപകമായി അഗസ്റ്റിൻ സഹോദരങ്ങൾ കൊള്ള നടത്തിയത്. ഈ കൊള്ളയ്ക്ക് സർക്കാരിൻ്റെ ഒരു വിഭാഗം കൂട്ടുനിൽക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതെല്ലാം തന്നെ അട്ടിമറിക്കുന്നതാണ് കണ്ടത്. ഏറ്റവും അവസാനം VV ബെന്നി നൽകിയിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്മേലും നടപടിയില്ല. നമുക്കറിയാം, കുറ്റപത്രം 41 കുറ്റപത്രങ്ങൾ പോലീസ് ഇതിനകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 85,000 പേജുകളുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു. എന്നാൽ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം, അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു VV ബെന്നി ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടാണ് മുൻ LDF സർക്കാർ പൂഴ്ത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.